വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് ആസ്ക് ഡോക്ടർ മിംസ്. ഇന്ന് ഞാൻ പ്രേക്ഷകർക്കായി വിവരിക്കാൻ പോകുന്നത് കരൾ മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. സിറോസിസ് പുരോഗമിച്ചാൽ കരൾ മാറ്റിവെക്കൽ മാത്രമേ പരിഹാരമാർഗമായുള്ളൂ. കരൾ മാറ്റിവെച്ചവർ കരുതലോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. രോഗത്തിന്റെ തീവ്രത ചൈൽഡ് സ്കോർ, മൈൽഡ് സ്കോർ എന്നീ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് കണക്കാക്കുന്നത്. ചൈൽഡ് സ്കോർ പ്രകാരം സിറോസിസ് ബി സ്റ്റേജ് കടന്നാൽ തന്നെ കരൾ മാറ്റിവെക്കലിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. സി സ്റ്റേജിലാണെങ്കിൽ കരൾ മാറ്റിവെക്കൽ മാത്രമേ മാർഗമുള്ളൂ. അമിത മദ്യപാനം മൂലം സിറോസിസ് ബാധിച്ചാൽ കരൾ മാറ്റിവെക്കൽ ഫലപ്രദമാക്കാൻ കഴിയും. ഏത് വിധത്തിൽ സിറോസിസ് ബാധിച്ചാലും ഒരു ഘട്ടമെത്തിയാൽ കരൾ മാറ്റിവെക്കൽ മാത്രമേ മാർഗമുള്ളൂ. അമിത മദ്യപാനവും വൈറൽ ഹെപ്പറ്റൈറ്റിസും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ സിറോസിസിന്റെ പ്രധാന കാരണങ്ങൾ. എന്നാൽ മദ്യപാനം പൂർണ്ണമായും നിർത്തിയെന്ന് ബോധ്യമുള്ള രോഗികൾക്ക് മാത്രമേ കരൾ മാറ്റിവെക്കൽ നടത്താറുള്ളൂ. കാരണം മദ്യം വീണ്ടും അകത്തു ചെന്നാൽ മാറ്റിവെച്ചതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പെട്ടെന്നുള്ള കരൾ പരാജയത്തിനും ഇടയാക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസുകൾ ബാധിച്ചാൽ ക്രോണിക് ലിവർ ഫെയിലിയർ ഉണ്ടാവും. വൈറസുകൾ സാവകാശം കരളിനെ സിറോസിസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ കരൾ മാറ്റിവെക്കാറുണ്ടെങ്കിലും മാറ്റിവെച്ച കരളിനും വൈറസ് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ക്രോണിക് ലിവർ ഫെയിലിയറും അക്യൂട്ട് ലിവർ ഫെയിലിയറും വരാം. പെട്ടെന്ന് കരളിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോകുന്ന അവസ്ഥയാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ. കരൾ സ്വീകരിക്കാൻ പറ്റുന്നത് രണ്ട് വിധത്തിലാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്നോ ജീവദാതാവിൽ നിന്നോ കരൾ സ്വീകരിക്കാവുന്നതാണ്. ഇവർക്ക് അനുയോജ്യമായ രക്തഗ്രൂപ്പുകളായിരിക്കണം. കരൾ രോഗിക്കും ദാതാവിനും ഒരേ സമയം തന്നെയാണ് ശസ്ത്രക്രിയ നടത്തുക. ദാതാവിന്റെ കരൾ കൂടുതൽ സമയം പുറത്തെടുത്ത് സൂക്ഷിക്കുന്നത് കരളിന്റെ പ്രവർത്തനശേഷിയെ ബാധിക്കും. സാധാരണയായി കരൾ പുറത്തെടുത്ത് 6 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗിക്ക് കരൾ മാറ്റിവെക്കാം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 ആഴ്ച സൂക്ഷ്മ പരിശോധനകൾ ആവശ്യമാണ്. 2 ആഴ്ച ദിവസവും രക്തപരിശോധനകൾ നടത്തും. 3 ആഴ്ചയിൽ 1 ദിവസം വീതം പരിശോധന നടത്തും. തുടർന്ന് അത് 2 ആഴ്ചയിൽ ഒരിക്കലാവും. കരൾ മാറ്റിവെച്ചവർക്ക് തുടർ പരിശോധനകളും പരിചരണവും അത്യാവശ്യമാണെങ്കിലും സാധാരണ ജീവിതം നയിക്കാനാവും. സാധാരണ ജോലികൾ ചെയ്യാനാവും. ശസ്ത്രക്രിയ മുറിവുകൾ 3 മുതൽ 6 ആഴ്ചകൾ കൊണ്ടുണങ്ങും. മറ്റ് അസുഖങ്ങളുണ്ടായാൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ വിവരമറിയിക്കുകയും അവർ നിർദ്ദേശിക്കുന്ന ചികിത്സ തുടരുകയും വേണം. ഇതുപോലെ അസുഖങ്ങളെക്കുറിച്ചും അവയോടനുബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം ഇതുപോലെ മറ്റൊരു രോഗവിവരണവുമായി. താങ്ക് യു.